പൂന കരാർ. കമ്മ്യൂണൽ അവാർഡിന്റെ അനൗൺസ്മെന്റ് വന്നതിന് ശേഷം ഗാന്ധിജി മരണം വരെ നിരാഹാരത്തിൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സമയത്ത് ജയിലിന് പുറത്തുള്ള മറ്റു നേതാക്കളൊക്കെ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. കാരണം ഇവരൊക്കെ ഗാന്ധിജിയാണ് ഫോളോ ചെയ്യുന്നത്. ഗാന്ധിജി തന്നെ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഈ ഒരു നിരാഹാര സമരത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മദൻ മോഹൻ മാളവ്യ രാജ്യത്തിനകത്തുള്ള പല ഗ്രൂപ്പിലുള്ള ആളുകളെയും വിളിച്ചു ചേർത്തിട്ട് ഒരു സമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിൽ 1932 സെപ്റ്റംബർ 24 ഗാന്ധിജിയും BR അംബേദ്കറും തമ്മിലൊരു കരാർ ഒപ്പുവെച്ചു. ആ ഒരു സമ്മേളനത്തിൽ ഹിന്ദുക്കളുടെ ഒരു സംയുക്തമായിട്ട് ഇലക്ട്രേറ്റിന് അംഗീകരിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ രണ്ട് വ്യവസ്ഥകളും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണൽ അവാർഡ് നൽകുന്ന 71 സീറ്റുകൾക്ക് പകരമായിട്ട് വിവിധ പ്രവിശ്യ നിയമസഭകളിലെ 148 സീറ്റുകൾ ന്യൂനപക്ഷ വിഭാഗത്തിന് നൽകണം എന്നാണ് ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നത്. എന്നാൽ രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെൻട്രൽ ലെജിസ്ലേറ്ററിൽ 20% സീറ്റുകളും ന്യൂനപക്ഷത്തിന് സംവരണം ചെയ്യണം എന്നുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹരിജനങ്ങൾക്കിടയിൽ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുമെന്നും കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ഗാന്ധിജി പൂന ഉടമ്പടി അംഗീകരിച്ചുകൊണ്ട് ഒപ്പുവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതോടുകൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരം ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണൽ അവാർഡും അതൊന്നും തുടർന്നിട്ടുള്ള ഈ ഒരു പൂന കരാറ് ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ വന്നതിന് ശേഷം നിസ്സഹകരണ പ്രസ്ഥാനം കുറച്ച് അതിൻ്റെ ഒരു ഇല്ലാതാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 1933 ആയ സമയത്ത് തന്നെ ബഹുജന നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പകരമായിട്ട് വ്യക്തിഗതമായിട്ടുള്ള സിവിൽ ഡിസോബിയൻസ് ഒക്കെ നിലവിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 1933 ഓഗസ്റ്റിൽ ഗാന്ധിജിയെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായതുകൊണ്ട് തന്നെ ആ ഒരു അറസ്റ്റിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെങ്കിൽ ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനവും ഇങ്ങനെ നിലം പതിക്കുന്നത് കാണുമ്പോൾ ഗാന്ധിജി ഒരു സമയത്ത് കോൺഗ്രസിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെങ്കിൽ അദ്ദേഹം വെറുതെ ഇരിക്കുകയായിരുന്നില്ല. അദ്ദേഹം ആ ഒരു സമയത്താണ് ഇന്ത്യയിലുള്ള ഹരിജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു പൂന ഉടമ്പടി കാലത്ത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിരാഹാരം കിടക്കുന്ന സംഭവങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ടല്ലോ. അതിനൊക്കെ ശേഷമാണ് അദ്ദേഹം ഈ ഒരു ഹരിജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ. മാത്രമല്ല ഈ ഒരു തൊട്ടുകൂടായ്മ അങ്ങനത്തെ ഈ ഒരു ഐക്യം ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ജാതി വ്യവസ്ഥകളും പലതരത്തിലുള്ള സാമൂഹികമായിട്ടും നിലനിൽക്കാൻ താല്പര്യമില്ലാത്ത പലതരത്തിലുള്ള സോഷ്യൽ സിസ്റ്റം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു ഹരിജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1932 അദ്ദേഹം ഹരിജൻ സേവാ സംഘം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘത്തിനെ രൂപീകരിക്കുന്നുണ്ട്. ക്ഷേത്ര പ്രവേശനം, കിണറുകളുടെയൊക്കെ പൊതുവായിട്ടുള്ള ഉപയോഗം ഇതൊക്കെയായിരുന്നു അദ്ദേഹം ആദ്യകാലങ്ങളിൽ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പലതരത്തിലുള്ള പരിഷ്കാരങ്ങളും ഇതിലൂടെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പരാജയം സൂചിപ്പിക്കുന്നത് നമുക്ക് ഇന്ത്യയിൽ ഒരു പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ ഒരു ഡൊമിനിയൻ പദവി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു പ്രസ്ഥാനത്തിന് ഭരണഘടനാ നിർമ്മാണമായിട്ടും സ്വാധീനിക്കാൻ വേണ്ടിയിട്ടും പല കാരണങ്ങൾ കൊണ്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഈ ഒരു പ്രസ്ഥാനത്തിന് പല രീതിയിലും പോസിറ്റീവായിട്ടുള്ളൊരു വശങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ജനങ്ങൾക്കിടയിലൊക്കെ ഒരു ദേശീയ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കാരണമായിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് പ്രസ്ഥാനം ജനങ്ങളിൽ നിന്നൊക്കെ എല്ലാ ആളുകളുടെ നിന്നും ഒരു സപ്പോർട്ട് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കോൺഗ്രസ്സിലേക്ക് അവർ പ്രത്യേകിച്ചൊരു സാമൂഹിക അടിത്തറയോ അല്ലെങ്കിൽ ഒരു അവരുടെ സോഷ്യൽ സ്റ്റാറ്റസോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ തന്നെയാണ് ആ ഒരു സമയത്ത് പാർട്ടിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.